ഇപ്പോൾ ഉള്ള ഡെസ്റ്റിനേഷനിൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളത് ജർമ്മനിയാണ്. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഏത് കാറ്റഗറിയുള്ള ആൾക്കാരെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവർക്കും ഫിനാൻഷ്യലി ലോ ആയിട്ടുള്ള ആൾക്കാർക്കും ഒരുപോലെ ഓപ്പർച്യൂണിറ്റി നൽകുന്നുണ്ട്. ഇപ്പം എങ്ങനെയൊക്കെ പറയാമെന്ന് വെച്ചാൽ ഒരു +2 കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റ് ഹോസ് ബിൽഡിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് മാത്രം പഠിച്ചാൽ മതി. വലിയ ചിലവൊന്നും ഇല്ലാതെ തന്നെ ജർമ്മനിയിൽ റീച്ച് ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അല്ല ഇനി അത്യാവശ്യം അക്കാഡമിക്കലി സൗണ്ട് ആയിട്ടുള്ള കുട്ടികൾ മാർക്ക് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ IELTS ഒക്കെ എടുത്ത് അവർക്ക് PG കോഴ്സുകൾക്കൊക്കെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി, ഫ്രീ എഡ്യൂക്കേഷൻ അവൈലബിലിറ്റി ജർമ്മൻ കൊടുക്കുന്നുണ്ട്. അല്ല നമുക്ക് അത്യാവശ്യം നല്ല ഗ്രാജുവേഷനിൽ മാർക്ക് ഉണ്ട്, നമുക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വഴിയും ജോബിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊന്നുമല്ല, നമുക്ക് മാർക്കില്ല, ക്യാഷൊക്കെ ഉണ്ട് കയ്യിൽ. അങ്ങനെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്. ഇപ്പം കൂടുതലും പബ്ലിക് യൂണിവേഴ്സിറ്റി സിറ്റികൾ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സിറ്റികൾ ആവശ്യമുള്ള സ്റ്റുഡൻസാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. കാരണം ചില കോഴ്സുകൾ നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം കൂടുതൽ സ്റ്റുഡൻസും ഇപ്പം നമുക്ക് മെയിനായിട്ട് ബെർലിനൊക്കെ യൂണിവേഴ്സിറ്റി താല്പര്യമുള്ള സിറ്റിയിൽ പഠിക്കണം ആഗ്രഹിക്കുന്നവരൊക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെയും സമീപിക്കുന്നുണ്ട്. ഇനി ഇതൊന്നുമല്ല, ഇപ്പോൾ വിസ റിഫ്യൂസിലൊക്കെ വന്ന ഒരാൾ, ഇപ്പം ഷെങ്കൻ വിസ റിഫ്യൂസലുണ്ട്, എല്ലാ US വിസ, UK വിസ, ഇങ്ങനെ പല കൺട്രീസിൽ നിന്ന് റിഫ്യൂസിൽ വന്ന് ഇനിയൊരു ജർമ്മനിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും അവർക്കും ഓപ്ഷൻ ഉണ്ട്. കാരണം ജർമ്മൻ യൂണിവേഴ്സിറ്റി പല യൂണിവേഴ്സിറ്റികളുടെയും ക്യാമ്പസുകൾ ദുബായിലുണ്ട്. അപ്പോൾ അങ്ങനെ ദുബായിലേക്ക് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ദുബായിലേക്ക് പോയിട്ട് സെക്കൻഡ് ഇയർ ക്രെഡിറ്റ് ട്രാൻസ്ഫർ പോലെ, ക്യാമ്പസ് ട്രാൻസ്ഫർ പോലെ തന്നെ ജർമ്മനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസും ജർമ്മനിയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന സ്റ്റുഡൻസിന് സ്റ്റേ ബാക്കും സിമിലർ തന്നെയാണ്. 1.5 ഇയേഴ്സിൻ്റെ സ്റ്റേ ബാക്ക് എലിജിബിലിറ്റിയും ഉണ്ട്. അപ്പം കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഡെസ്റ്റിനേഷനെ കമ്പയർ ചെയ്യുമ്പം ജർമ്മനിക്ക് തനതായ ഡിഫറൻസ് ഉള്ളത് ഇതൊക്കെ കൊണ്ടാണ്. ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരും ഒരുപോലെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മറ്റു കൺട്രികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജർമ്മനിക്ക് വരുന്നുണ്ട്. അപ്പം കൂടുതൽ സ്റ്റുഡൻസും ഇപ്പോൾ ജർമ്മനി ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം അവിടെയുള്ള ഒരു സെറ്റിൽമെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇപ്പം എൻജിനീയറിങ് കഴിഞ്ഞവർക്ക്, നഴ്സിംഗ് കഴിഞ്ഞവർക്ക്, ഹെൽത്ത് കെയർ എടുക്കുന്നവർക്ക് ഒക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റിൽ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ജർമ്മനി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോരുത്തരുടെയും കാറ്റഗറി ഡിഫറെൻ്റ് ആണ്. നമ്മളെ കൂട്ടുകാർ ഒരു ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്തതിൻ്റെ ശേഷം എന്നാൽ നമുക്കും അവിടെ പോകാൻ എന്ന് സെലക്ട് ചെയ്യാതെ അവരുടെ കാറ്റഗറിയിൽ അല്ലെങ്കിൽ നമുക്ക് എലിജിബിൾ ആവുന്ന അല്ലെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആവുന്ന ഏത് ഡെസ്റ്റിനേഷനാണോ അതനുസരിച്ച് പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് ഒക്കെ എടുത്ത് കൺട്രീസ് ആയാലും യൂണിവേഴ്സിറ്റി ആയാലും സെലക്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് ആപ്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളുമായി കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിന്, നിങ്ങളുടെ ബജറ്റിൽ ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം, ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മുടെ എക്സ്പേർട്ട് ടീം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എനി ഹൗ യു ക്യാൻ കോൺടാക്ട് ആൻഡ് ഫീൽ സ്റ്റഡി ആവുന്നത്.